നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണ്. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഓർക്കുക, അതായത് an equation of form എഴുതിക്കുക, an equation of form ax square plus bx plus c. സർ, സാറിന്റെ സ്ക്രീൻ എനിക്ക് കാണുന്നില്ല. Okay, an equation of form ax square plus bx plus c is equal to 0, where a not equal to 0. And a, b, c are real numbers. ഏതാ? a not equal to 0, a, b, c are real numbers. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം ജനറലി എന്താണ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇരിക്കാൻ മതി, എന്നെ നോക്കിയിരുന്നു, നേരെ നിന്നാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയോ? അതായത് ഈ എക്സിന് ഏതോ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ എന്തായി പോകുന്ന അർത്ഥം? 0 ആയി പോകുന്ന അർത്ഥം. ആ എക്സിൻ്റെ വാല്യൂവിനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ സീറോസ് എന്ന് പറയും. അത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, അത് അവിടെ നിൽക്കട്ടെ. അപ്പം ഏതൊരു ഇക്വേഷനെയും സോൾവ് ചെയ്തിട്ട് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോമിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, ബി എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, സി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ടേം ആണ്, കോൺസ്റ്റന്റ് ടേം. എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, ബി എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് എക്സാമ്പിൾ എഴുതാം. നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4 ഈക്വൽ ടു 0. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? അതെന്തുകൊണ്ടാ? ഇവിടെ എ എത്ര ഇവിടെ? എക്സ് സ്ക്വയറിൻ്റെ കൂടെ കിടക്കുന്നതാണ് എ എത്ര? അവിടെ ആരും ഇല്ലെങ്കിൽ എ 1 ആണ്. മനസ്സിലായോ? ബി എത്ര? ബി എന്ന് പറയുമ്പോൾ എക്സിൻ്റെ കൂടെ കിടക്കുന്ന ആളാരാ? അത് 2 ആണ്. ഇനിയും സി ആരാ? സി എന്ന് പറഞ്ഞാൽ ആരാ? കോൺസ്റ്റന്റ് ടേം, അത് 4 ആണ്. ഓക്കെ, വേറൊരു ഇക്വേഷൻ എടുക്കാം. 2x സ്ക്വയർ മൈനസ് 3x മൈനസ് 6 ഈസ് ഈക്വൽ ടു 0. ഇവിടെ ഏത്? 2. ബി ഏതാ? 3 അല്ല, -3 എന്ന് പറയണം, എന്നാലേ ശരിയാവുള്ളൂ. -3. സി എന്ന് പറഞ്ഞാൽ എന്താ? -6 ആയിരിക്കും. സൈനൂടെ ചേർത്തേ പറയാവൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം. നമ്മൾ കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, അതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കാൻ പറ്റുമോ? ഇനി സിമ്പിളി ഇനി ഇങ്ങനെ മാത്രം തരുവാന്ന് വിചാരിച്ചോ, അതായത് എക്സ് സ്ക്വയർ മാത്രം തരുക, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനോ? ആണ്. ഈസ് എക്സ് സ്ക്വയർ എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ആണോ? ആണ്. എന്താണെന്നറിയോ? നമുക്കറിയാം ഈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? എക്സ് സ്ക്വയർ പ്ലസ് 0 ഇൻറ്റു എക്സ് പ്ലസ് 0 എന്നായിരിക്കും അതിൻ്റെ ശരിക്കുള്ളത്. അപ്പം ഇവിടെ എന്താ? ഇവിടെ ബിയും 0 ആണ്, സിയും 0 ആയെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? മനസ്സിലായോ? അതായത് ഇവിടെ എക്സ് സ്ക്വയർ ഈസിക്വൽ ടു 0, എക്സ് സ്ക്വയർ ഈസിക്വൽ ടു 0 എന്നാണല്ലോ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഇത്. അത് വരാൻ കാരണം എന്താ? അപ്പോൾ ബാക്കിയുള്ളത് ബിയും സിയും എന്താ? 0. അതുകൊണ്ടാണ് ബി ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ എന്താ? 0 ഇൻറ്റു എക്സ് എന്നുള്ളത് 0. പിന്നെ കോൺസ്റ്റന്റ് ടൈം 0 വരുന്നതുകൊണ്ട് ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. എക്സ് സ്ക്വയർ അപ്പോൾ എന്താ? എക്സ് സ്ക്വയർ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എക്സ് സ്ക്വയർ മാത്രം തന്നാൽ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. മനസ്സിലായോ? ഓൺലൈൻ ഇരിക്കുന്നവർക്ക് മനസ്സിലായോ? സന, നിരഞ്ജൻ, ദേവനാരായൺ? അപ്പം സ്ക്വയർ ടേം എന്തായാലും പറയാം. എ ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല എന്ന് പ്രത്യേകം എഴുതില്ല. എ 0 ആയി കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ ടേം എന്തായി പോകും? 0 ആവും. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ്
ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ വേറെ പേര് എന്താണെന്നറിയോ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പേര് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നാണ്. അതും കൂടെ എഴുതാൻ നമുക്ക് വേണമെങ്കിൽ എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ is also called as second degree equation. Second degree equation. അതെന്തുകൊണ്ടാണെന്നറിയോ? Because the largest power, the highest power, the highest power of x is എന്താണ്? 2 ആണ്. അതുകൊണ്ടാണ് അതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വിളിക്കുന്നത്. ഓക്കെ ആണോ? ഇതൊക്കെ എഴുതണം കേട്ടോ. ഈ എക്സാമ്പിൾ ഒക്കെ എഴുതണം. ഈ എക്സാമ്പിൾ എഴുതിയേ പറ്റത്തുള്ളൂ. ഇതെല്ലാം എക്സാമ്പിൾ എഴുതണം. എക്സാമ്പിൾ എഴുതിയിട്ട് താഴോട്ട് ഇതെല്ലാം എഴുതണം. എയും ബിയും സിയും മാർക്ക് ചെയ്യണം. ഈ സെക്സ് സ്ക്വയർ ഇസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതണം. ഇതെല്ലാം എഴുതണം. ഒന്നും വിടാൻ പാടില്ല. എഴുതിയോ? ഓക്കെ. അപ്പം നമുക്ക് ഇനി സോൾവിങ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതാണ് അടുത്ത ഹെഡിങ്. സോൾവിങ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോൾവിങ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം? അതിൻ്റെ സൊല്യൂഷൻ കാണുമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ എക്സിന് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് 0 ആയി പോകുന്നത്, അതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇത് ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എക്സിന് ഏതോ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോകുന്നതിനർത്ഥം. ഓക്കെ. അപ്പോൾ ആ 0 വാല്യൂ ഏതാണ്, അല്ലെങ്കിൽ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് 0 ആയി പോകുന്നത്, അതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ സൊല്യൂഷൻ. സൊല്യൂഷൻ പല രീതിയിൽ കണ്ടുപിടിക്കാം. ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം. നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ച സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് കണ്ടുപിടിക്കാം. 3 ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. പിന്നെ മെത്തേഡ് ഓഫ് കംപ്ലീറ്റിംഗ് സ്ക്വയർ ഉണ്ടോ? നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ മെത്തേഡ് ഓഫ് കംപ്ലീറ്റിംഗ് സ്ക്വയർ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, നമുക്ക് ആ രീതിയിലുള്ളതും വേണമെങ്കിലും ചെയ്യാം. അപ്പം നിങ്ങൾ നോക്കിയേ, നമുക്ക് 4 രീതിയിൽ ചെയ്യാം. ഒന്ന് നോക്കിയോ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറൈസേഷൻ. We can find solution for a quadratic equation first by factorization. Second, splitting the middle term. Splitting the middle term. ശരിക്കും പറഞ്ഞാൽ ഫാക്ടറൈസേഷൻ തന്നെയാണ് splitting the middle term. അടുത്തത് by equation.
ആ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ സൈഡിലോട്ട് എഴുതി വെച്ചോ. എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. കണ്ട എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. ഇനി നാലാമത്തേത് എന്താണ്? മെത്തേഡ് ഓഫ് കംപ്ലീറ്റിംഗ് സ്ക്വയർ. അതുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ പഠിച്ചാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എനിക്കൊന്നത് ചില ടെക്സ്റ്റിനകത്ത് അതില്ല. നിങ്ങളുടെ അകത്ത് ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, എന്തായാലും എഴുതിക്കോ. മെത്തേഡ് ഓഫ് കംപ്ലീറ്റിംഗ് സ്ക്വയർ. കംപ്ലീറ്റിംഗ് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ പഠിച്ചാൽ ഇത് ഓപ്ഷൻ അല്ല. Method of completing square. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പെതുക്കെ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് തുടങ്ങിയാലോ? ഫാക്ടറൈസേഷൻ വഴി നമുക്ക് ആദ്യം പെതുക്കെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് തുടങ്ങാം. നിരഞ്ജൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? നിരഞ്ജൻ, സന ഒക്കെ സന സർ, ഫാക്ടറൈസേഷൻ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഒന്നല്ലേ? അല്ല, ഈ ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്ന ഫാക്ടറൈസേഷൻ ഉണ്ട്, അല്ലാതെ നമുക്ക് അതിനെ കുറേ സ്റ്റെപ്പിൽ ചെയ്യേണ്ടുന്ന ഫാക്ടറൈസേഷൻ ഉണ്ട്. ഇത് ശരിക്കും രണ്ടും ഒരു രീതി തന്നെയാണ്. ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് വരിക. നമ്മളിപ്പം ചെയ്യാൻ പോകുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 എന്ന് വരിക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാക്ടറൈസേഷനാണ്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് തന്നിരിക്കുക. ഇവിടെ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. ഫാക്ടേഴ്സ് തന്നിരിക്കുക. ഇവിടെ നിന്ന് നമുക്ക് എക്സ് മൈനസ് 3 ഈസ് ഈക്വൽ ടു 0, എക്സ് ഈസ് ഈക്വൽ ടു 3 എന്നും എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0, എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2 എന്നും എടുത്ത് എഴുതിയാൽ മതി. പക്ഷേ ചിലത് നമുക്ക് ഇങ്ങനെ ഫാക്ടറായിട്ട് തരത്തില്ല. പകരം എന്ത് ചെയ്യും? പകരം ഇക്വേഷനായിട്ട് തന്നെ വരും. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. ഇതിനെ നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് ചെയ്തിട്ട് അതിനെ ഫാക്ടർ ആക്കിയിട്ട് പിന്നീട് വേണം എടുത്ത് എഴുതാൻ. അതാണ് രണ്ടായിട്ട് എഴുതിയിരിക്കുന്നത്. ശരിക്കും ഇത് രണ്ടും ഒരു കൺസെപ്റ്റാണ്. മനസ്സിലായോ സന? യെസ് സർ. ഓക്കെ, ദേവനാരായണൻ മനസ്സിലായോ? യെസ്. ഓക്കെ, അപ്പം നോക്കിയോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. സോൾവ് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ശരിക്കും ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതെങ്ങനെയാണെന്നറിയോ? രണ്ട് സൈഡിലോട്ട് എഴുതി കാണിക്കാം. എക്സ് മൈനസ് 3 ഇൻറ്റു, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം, എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫാക്ടറാണ്. അതെങ്ങനെ നോക്കിയോ? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2, ഇങ്ങനെയാണ് ഇതിനെ ചെയ്യേണ്ടത്. ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 2 2x, മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3x, മൈനസ് 3 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ മൈനസ് 6 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അവിടെ ആണെങ്കിൽ എക്സ് സ്ക്വയർ 2x മൈനസ് 3x മൈനസ് 1x മൈനസ് 1x മൈനസ് 6 ഈസ് ഈക്വൽ ടു 0. കണ്ടോ? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെയാണ് ശരിക്കും ഫാക്ടർ ആക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ മനസ്സിലായോ? ചിലപ്പം ഇത് തരും, ഇത് തന്നിട്ട് നമുക്ക് ഇത് കണ്ടുപിടിച്ചിട്ട് അതിനെ എടുത്ത് എഴുതേണ്ടി വരും. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ തരും. ഇങ്ങനെ തരുവാണെങ്കിൽ ഡയറക്റ്റ് ഫാക്ടേഴ്സാണ്, ഫാക്ടറൈസ് ചെയ്താൽ മതി. ഇവിടെ വരുവാണെങ്കിൽ നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഫാക്ടേഴ്സ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിപ്പോൾ ഫാക്ടേഴ്സ് ഡയറക്റ്റ് തന്നിരിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ എക്സ് മൈനസ് 3 ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അവിടുന്ന് എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് 3 എന്ന് വരും ഇത് ഇങ്ങോട്ട് വരുമ്പോൾ. അതേപോലെ തന്നെ ഇവിടെ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അവിടെ എക്സ് ഈസ് ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മൈനസ് 2 ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഏറ്റവും വലിയ പവർ എത്ര? 2 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് 2 എക്സിൻ്റെ വാല്യൂ കാണും. 2 വാല്യൂ ഇട്ട് കൊടുത്താലും അത് 0 ആയി പോകുന്ന അർത്ഥം. അതായത് ഇപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയേ, എക്സ് സ്ക്വയർ മൈനസ് 1x മൈനസ് 6 അല്ലേ നമ്മുടെ ഇക്വേഷൻ. അതിനകത്ത് 3 ഇട്ട് കൊടുത്തേ. 3 സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 3 മൈനസ് 6. അപ്പോൾ എത്ര? 3 സ്ക്വയർ 9, മൈനസ് 3 മൈനസ് 6 മൈനസ് 9, 9 മൈനസ് 9 0. കണ്ടോ? ഇനി 2 ഇട്ട് കൊടുത്തല്ല, ഇതിനകത്ത് നമുക്ക് മൈനസ് 2 ഇട്ട് കൊടുത്തേ. ഇതിനകത്ത് മൈനസ് 2 ഇട്ട് കൊടുത്തേ. മൈനസ് 2 സ്ക്വയർ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു മൈനസ് 2 മൈനസ് 6, മൈനസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് പ്ലസ് 4 മൈനസ് ഇത് 2 പ്ലസ് 2 മൈനസ് 6. അപ്പോൾ 4 പ്ലസ് 2 6, 6 മൈനസ് 6 ഈസ് ഈക്വൽ ടു 0. കണ്ടോ? മനസ്സിലായോ? തെറ്റാണോ? ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിനെ 0 എന്ന് പറയുന്നത്. അത് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഇക്വേഷൻ 0 ആയി പോകും. അപ്പോൾ ഇവിടെ ഇത്രയും കണ്ടുപിടിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇത്രയും മതി. ശരി.
ശരിക്കും ടെക്നിക്കലി എന്താ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറഞ്ഞാലും ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാലും ഒന്നാ. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഫാക്ടേഴ്സ് ആക്കാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് 6x² പ്ലസ് എക്സ് മൈനസ് 12 ഈസ് ഈക്വൽ ടു 0. നോക്കിയോ, ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നോക്കിയോ, ഇവിടെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം കണ്ടുപിടിക്കണം. എല്ലാവരും ശ്രദ്ധിച്ചോണേ, ഓൺലൈൻ ഇരിക്കുന്നവരെല്ലാം ശ്രദ്ധിച്ചോണേ. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാമോ? എ എടുത്ത് എഴുതണം, A6. ബി എടുത്ത് എഴുതണം, ബി എത്രയാ? എക്സിന്റെ കൂടെ ഉള്ള ആളാരാ? എക്സിന്റെ കൂടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നു. ഓക്കെ, 1. ഓക്കെ, എക്സിന്റെ കൂടെ 1 ആണല്ലോ. ഓക്കെ, സി എന്താ ഇവിടെ? -12. ഓക്കെ, ഇനി നമുക്ക് പ്രൊഡക്റ്റും സമ്മും കണ്ടുപിടിക്കാമെന്ന് അതിന് പറയാം അല്ലേ? പ്രൊഡക്റ്റ് എന്താ? നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെയോ ഒരെണ്ണം ചെയ്തായിരുന്നു. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി A ഇൻറ്റു സി ചെയ്യാം. A ഇൻറ്റു സി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര? 6 ഇൻറ്റു -12 ആണ്. അപ്പം -72. സം കണ്ടുപിടിക്കാം. സം എന്ന് പറയുമ്പോൾ ബി എന്താണോ ബി തന്നെ ആയിരിക്കും എന്ത്? സം. എത്ര? 1. ഓക്കെ, അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയോ? നമുക്ക് 2 നമ്പർ കണ്ടുപിടിക്കണം. ഏതിനെ സ്പ്ലിറ്റ് ചെയ്യാനാ? ഈ എക്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി 2 നമ്പർ കണ്ടുപിടിക്കണം. എക്സ് അല്ലേ മിഡിൽ ടേം. അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം എന്നറിയോ? ആ 2 നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -72, ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം. അപ്പോൾ അതിന് എളുപ്പമുണ്ട്. നമുക്ക് ഡാഷ് ഇൻറ്റു ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടേണ്ടത്? -72. ഡാഷ് പ്ലസ് ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 1 കിട്ടണം. അങ്ങനെയാണ് നോക്കി. 9 ഇൻറ്റു 8 ചെയ്ത് കഴിഞ്ഞാൽ 9 8 72 കിട്ടത്തില്ലേ? 9 പ്ലസ് 8 ചെയ്താൽ 1 കിട്ടത്തില്ല. പക്ഷേ സൈൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കിട്ടും ഇല്ലേ? നോക്കിക്കോണം. അപ്പം നമുക്കിവിടെ നെഗറ്റീവ് ആവരേണ്ടത്. അപ്പോൾ നോക്കിയോ, ഞാൻ ഈ 8ന് നെഗറ്റീവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 9 ഇൻറ്റു -8 എന്ന് പറയുമ്പോൾ -72. 9 ഇൻറ്റു -9 പ്ലസ് -8 എന്ന് പറയുമ്പോൾ 9 - 8 9 - 8 1. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 9ഉം 8ഉം. അതിന് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ എക്സിന് പകരം ഈ ആൾക്കാരെ 9 - 8 എക്സിന് പകരം ഈ ആൾക്കാരെ രണ്ടുപേരെയും വിത്ത് സൈൻ എക്സ് ഇട്ട് അവിടെ കൊണ്ടു കൊടുക്കണം. അതായത് തന്നെ ഇങ്ങനെ 6x², ഇവിടെ 9 അല്ലേ, +9 അല്ലേ, അപ്പോൾ +9x. ഇനിയും എന്ത് ചെയ്യുക? എക്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ആക്കുക. അപ്പം ഇനി അടുത്ത എന്താ? -8x ആണ്. കണ്ടോ, -8 എഴുതിയിട്ട് എക്സ് ഇട്ട് അവിടെ കൊണ്ടു കൊടുത്തു. ബാക്കി അതേപോലെ തന്നെ 12 ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഫാക്ടർ ചെയ്യാം. നോക്കിയോ, ഇതിനകത്തു നിന്ന് 2-നകത്തു നിന്നും എന്ത് കോമൺ എടുക്കാം? ഇവിടെ ഒന്ന് 3x കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 2x പ്ലസ് 3 ആയിരിക്കും. ശരിയല്ലേ? കാരണം 3x ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 6x² ആണ്. 3x ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 9x ആണ്. മൈനസ് ഇവിടെ നിന്ന് ഞാൻ ഒരു 4 കോമൺ എടുക്കുവാണെങ്കിൽ ബാക്കി എന്ത് വരും? 8xൽ നിന്ന് 4 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2x. മൈനസ് ആ കോമൺ എടുത്തു കേട്ടോ. മൈനസ് ഉണ്ടെങ്കിൽ മൈനസോടെ ചേർത്ത് വേണം കോമൺ എടുക്കാൻ. അപ്പോൾ ഈ മൈനസ് എന്താവും? ഈ മൈനസ് പ്ലസ് ആവും. പ്ലസ് എത്ര? 3 വരും. ഈസ് ഈക്വൽ ടു 0. വീണ്ടും എന്താ? വീണ്ടും വേണ്ട ഇവിടെയും നോക്കുവാണെങ്കിൽ എന്ത് കോമണാ? 2x + 3 രണ്ടിടത്തും ഉണ്ട്. അപ്പോൾ ഞാൻ ആ 2x + 3 എടുത്തു കോമൺ. അപ്പോൾ ബാക്കി എന്ത് വരും? ഇവിടെ ഒരു 3xും വരും, ഇവിടെ ഒരു 4 വരും. ഈക്വൽ ടു എന്ത് കൊടുക്കുന്നു? 0. ഇനി സെപ്പറേറ്റ് ആയിട്ട് എന്ത് കൊടുക്കുന്നു? 2x + 3 ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. അവിടെ നിന്ന് 2x ഈസ് ഈക്വൽ ടു -3 എന്ന് കൊടുക്കുന്നു. x ഈസ് ഈക്വൽ ടു -3/2 എന്ന് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ 3x - 4 ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. 3x ഈസ് ഈക്വൽ ടു 4 എന്ന് കൊടുക്കുന്നു. x ഈസ് ഈക്വൽ ടു 4/3 എന്ന് കൊടുക്കുന്നു. ആണ്, ഇതായിരിക്കും അതിൻ്റെ 2 വാല്യൂ. ആരോണ്ട് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറയണം. ആയി, ചുമ്മാ പറയാമോ? ആയി.
നിരഞ്ജന ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിരഞ്ജൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടില്ല. ഇല്ല. സനയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല സർ. ദേവനാരായണന് ഇല്ല സർ. ഓക്കെ. എഴുതിയെടുത്തെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം അടുത്ത ഒരു ഇത് എഴുതിയോ? അടുത്തത് നോക്കൂ. ഫോർ എക്സ് സ്ക്വയർ മൈനസ് 49 ഈസ് ഈക്വൽ ടു 0. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? ആണ്. കാരണം സ്ക്വയർ ടേം വന്നു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പോൾ അത് ഓർത്തോണം. അപ്പോൾ ഇവിടെ എന്ത് ടേമാണ് ഇല്ലാത്തത്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയിൽ എന്ത് ടേമാണ് ഇല്ലാത്തത്? ആ ബി എക്സ് എന്ന് പറഞ്ഞ ടേം ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ബി ചിലപ്പോൾ 0 ആയിരിക്കും. അതുകൊണ്ടാണ് എക്സ് 0 ആയിപ്പോയത്. അപ്പോൾ ബി ടേം ഇല്ല. അപ്പോൾ ഇവിടെ സിയും ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എയും ബിയും സിയും എല്ലാം വേണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി ഇവിടെ സിമ്പിൾ ആക്കിയിട്ട് നമുക്ക് ഈ 4x സ്ക്വയറിനെ നമുക്ക് 2x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതത്തില്ലേ? എഴുതാമോ? 2x ദ ഹോൾ സ്ക്വയർ 2 × 2 x × x സ്ക്വയർ ഇല്ലേ? മൈനസ് 49 നമുക്ക് എന്തെന്ന് എഴുതാം? 7 സ്ക്വയർ എന്ന് എഴുതാം ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ 2x സ്ക്വയർ ഇവിടെ ഇതിപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലായില്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എന്താ? എ പ്ലസ് ബി ഇൻറ്റു എന്താ? എ മൈനസ് ബി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 2x ദ ഹോൾ സ്ക്വയർ മൈനസ് 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം? 2x പ്ലസ് 7 ഇൻറ്റു 2x മൈനസ് 7 എന്ന് എഴുതത്തില്ലയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ അങ്ങനെ എഴുതാം 2x പ്ലസ് 7 ഇൻറ്റു 2x മൈനസ് 7 ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്താൽ മതി? 2x പ്ലസ് 7 ഈക്വൽ ടു 0 കൊടുക്കുക. 2x ഈസ് ഈക്വൽ ടു മൈനസ് 7 കൊടുക്കുക. x ഈസ് ഈക്വൽ ടു മൈനസ് 7/2 കൊടുക്കുക. ഇവിടെയും 2x മൈനസ് 7 ഈക്വൽ ടു 0 കൊടുക്കുക. 2x ഈസ് ഈക്വൽ ടു ഇത് അങ്ങോട്ട് പോകുമ്പോൾ 2x ഈസ് ഈക്വൽ ടു പ്ലസ് 7 ആവുന്നു. x ഈസ് ഈക്വൽ ടു എന്താ? പ്ലസ് 7/2 കൊടുക്കുക. കഴിഞ്ഞു.
അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് x minus 4 by x is equal to 3. ഇതിപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലല്ല, ക്വാഡ്രാറ്റിക് ഫോമിൽ ആക്കുമ്പോൾ നോക്കി ആദ്യം ഇവിടെ ചെയ്യണം. ഒരിക്കലും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പോകരുത്. കാരണം എന്താ അറിയോ, ഇവിടെ രണ്ടിനും കോമൺ ഡിനോമിനേറ്റർ ആക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ കോമൺ ഡിനോമിനേറ്റർ അല്ല, കാരണം ഇവിടെ ഡിനോമിനേറ്റർ ഒന്നും ഇല്ല. അപ്പോൾ അവിടെ ആദ്യം LCM എടുക്കണം. അവിടെ ആദ്യം LCM എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ, അവിടെ ആദ്യം LCM എടുക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ, അതായത് ക്രോസ് മൾട്ടിപ്ലൈ അല്ല, അത് LCM ആണ്. അതെങ്ങനെ LCM വരുന്നത്, നമുക്ക് എന്താ ഇവിടെ ഡിനോമിനേറ്റർ x/1 - 4/x = 3 എന്നാ അല്ലേ. ഇവിടെ 1 ആണ്, ഇവിടെ x ആണ്. നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ x ആക്കണമെങ്കിൽ ഇവിടെ ഇൻറ്റു x, ഇവിടെ ഇൻറ്റു x ആണോ. അപ്പോൾ എന്ത് വരും, മോൾ x² / x - 4/x = 3. അപ്പോൾ ഡിനോമിനേറ്റർ രണ്ടിടത്തും എന്തായി, കോമൺ ആയില്ലേ. ഇനിയും x² - 4 whole divided by x = 3 എന്ന് എഴുതാമല്ലോ. ഇനി ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x² - 4 = 3x എന്ന് വരും ആണല്ലോ. ഇനി മറ്റേ ആ രീതിയിലോട്ട് കൊണ്ടുവരാം, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ x² അടുത്തത് bx അല്ലേ, അപ്പോൾ -3x എന്ന് വരും. -4 = എന്താ, 0. ഇപ്പം ഇതെന്തായിട്ട് മാറി, ഇപ്പം ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ഇപ്പോൾ ഇവിടെ a എന്താ, a എന്ന് പറയുന്നത് 1, b എന്ന് പറഞ്ഞാൽ എന്താ -3, c എന്ന് പറഞ്ഞാൽ എന്താ -4. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് എന്താ, a ഇൻറ്റു c ആണ്. a ഇൻറ്റു c എന്ന് പറയുമ്പോൾ 1 × -4 which will be equal to -4. സം എന്താണ്, സം കണ്ടുപിടിക്കാൻ എന്താ, സം b എന്ന് പറയുമ്പോൾ -3 ആണ്. അപ്പോൾ നമ്മുടെ പ്രത്യേകത എന്താ, ഈ 3x-നെയാണ് നമുക്ക് -3x-നെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം, രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -3 കിട്ടണം. അപ്പോൾ നമുക്ക് നോക്കാം, 4 ഡാഷ് ഇൻറ്റു ഡാഷ് = -4 വരണം, ഡാഷ് പ്ലസ് ഡാഷ് = -3 വരണം. അപ്പോൾ ഞാൻ ഇവിടെ 1 × 4 ചെയ്ത് നോക്കുക. 1 × 4 ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. 1 + 4 ചെയ്ത് കഴിഞ്ഞാൽ -3 കിട്ടില്ല. സൈൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഇതിന് മൈനസ് കൊടുക്കും. 1 × -4 അല്ലേ, 1 + -4 എന്ന് പറയുമ്പോൾ -3 അല്ലേ. അങ്ങനെയാണ് ഇത് രണ്ട് സെലക്ട് ചെയ്യാമല്ലോ. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, x² + 1x - 4x - 4 = 0 അല്ലേ. വിത്ത് സൈൻ ആണ് നമ്മൾ എക്സിനെ അവിടെ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവിടെ x കോമൺ എടുത്തു കഴിഞ്ഞാൽ x + 1. ഇവിടെ നടുക്ക് മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ചേർത്തേ കോമൺ എടുക്കാവൂ. ഓക്കെ ആണല്ലോ. നടുക്ക് മൈനസ് വന്നു കഴിഞ്ഞാൽ മൈനസ് കോമൺ എടുത്തിരിക്കണം. ബാക്കി എന്ത് കോമൺ എടുത്താലും അതിനോട് മൈനസും കൂടെ കോമൺ എടുക്കണം. അപ്പോൾ -4 കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇവിടെ ഉണ്ട്, ഈ മൈനസ് എന്തായിട്ട് മാറും, പ്ലസ്, പിന്നെ 4 കോമൺ എടുത്തപ്പോൾ 1 = 0. വീണ്ടും രണ്ടിടത്തും x + 1 കോമൺ ഉണ്ട്, കോമൺ എടുത്തതിന് ബാക്കി എന്താ, x - 4 = 0. അവിടുന്ന് x + 1 0 ആണെങ്കിൽ x = -1 ആണ്, x - 4 0 ആണെങ്കിൽ x = -1 ആണ്. Sir, x is equal to -4 എങ്ങനെയാ വന്നേ?
ഇത് നോക്കിയോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, അടുത്ത ക്വസ്റ്റ്യൻ 5x plus 7 divided by x minus 1 is equal to 3x plus 2. 5x plus 7 by x minus 2 is equal to 3x. ഇതെന്താ ചെയ്യേണ്ടത്? ഇതും ക്വാഡ്രാറ്റിക് ഫോമിൽ ആക്കണം അല്ലേ? ഇത് ഞാൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ആദ്യം. അപ്പം 5x plus 7 is equal to ഇവിടെ 3x plus 2 കിടപ്പുണ്ട് ഇൻറ്റു എന്താ x minus 1. ഇനി ഇവിടെ 5x plus 7 അതേപോലെ നടക്കുന്ന ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്യുക, ഓരോ ആൾക്കാരെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x ഇൻറ്റു എക്സ് മൈനസ് 1 ചെയ്യുക ആദ്യം. അതായത് ആദ്യം ഇത് ഇൻറ്റു ഇത് രണ്ടെണ്ണം, പിന്നെന്താ, പിന്നെ ഇത് ഇൻറ്റു ഇത് വേണ്ട. അപ്പം അതെന്താ, അത് നോക്കിയോ പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ്. അങ്ങനെയാണെങ്കിൽ 5x plus 7 ഈസ് ഈക്വൽ ടു ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതകത്തോട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x സ്ക്വയർ മൈനസ് 3x പ്ലസ് ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2. അങ്ങനെയാണെങ്കിൽ 5x plus 7 ഈസ് ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 3x പ്ലസ് 2x എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് 1x അല്ലേ? ഇത് മൈനസ് 3 ആകാം, മൈനസ് 3 പ്ലസ് 2 എന്ന് പറയുമ്പോൾ മൈനസ് 1 അല്ലേ? അപ്പോൾ ഇവിടെ x നിൽക്കുന്നേ ഉള്ളൂ, മൈനസ് എന്താണ് 2. ഇനി എന്ത് ചെയ്യുക, ഇവരെല്ലാം ഒരുമിച്ചാക്കുക. ആദ്യം ഈ 5നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, 7നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകാം. അപ്പോൾ ഇവിടെ 0 ആയി അല്ലേ? ശരിയല്ലേ? 0 ഈക്വൽ എന്താ, 3x സ്ക്വയർ മൈനസ് 1x. 5x ഇപ്പുറത്ത് വന്നപ്പോൾ മൈനസ് 5x. പിന്നെ ഇവിടെ 2 കിടപ്പുണ്ട്, മൈനസ് 2. 7 ഇപ്പുറത്ത് വന്നപ്പോൾ മൈനസ് 7. അപ്പോൾ 0 ഈക്വൽ നമുക്ക് എന്താ കിട്ടി, 3x സ്ക്വയർ മൈനസ് 6x മൈനസ് 9 കിട്ടി. ഈ 3x സ്ക്വയർ മൈനസ് 6x മൈനസ് 9 ഈക്വൽ 0 എന്ന് പറഞ്ഞാലും 0 ഈക്വൽ 3x സ്ക്വയർ മൈനസ് 6 മൈനസ് 9 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, സെയിം അല്ലേ? അപ്പോൾ ഇതിനെ എടുത്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, 3x സ്ക്വയർ മൈനസ് 6x മൈനസ് 9 ഈക്വൽ എന്ന് എഴുതാം, 0 ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഇവിടെ 3 എണ്ണത്തിൽ 3 വേണേൽ കോമൺ എടുത്ത് കുറച്ചുകൂടെ ചെറുതാക്കാം. ശ്രദ്ധിച്ചോണം, ഇവിടെ ഇല്ല, ഇവിടെ 3 കോമൺ എടുത്ത് ഞാൻ ബാക്കി എന്താ, x സ്ക്വയർ മൈനസ് 2x മൈനസ് 3 ഈക്വൽ 0. അപ്പോൾ നിങ്ങൾ ചോദിക്കുക 3 എവിടെ പോകുന്നത്? 3 എന്ത് ചെയ്യാന്നറിയാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ 0/3 ചെയ്യുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് പോകും, അത് 0 ആയിട്ട് തന്നെ പോകും. ശരിയല്ലേ? ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി എന്താ നോക്കിയോ, ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3 ഈക്വൽ ടു 0/3 എന്ന് വരും. അതെന്തായിട്ട് പോകും, 0. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3 ഈക്വൽ ടു എന്താ, 0. അപ്പോൾ ഇവിടെ എന്താ, എ എന്ന് പറയുന്ന 1, ബി എന്ന് പറയുന്ന മൈനസ് 2, സി എന്ന് പറയുന്ന മൈനസ്. ഇനി ഇവിടെ പെട്ടെന്ന്
കണ്ടുപിടിച്ചോ സന കണ്ടുപിടിച്ചോ. Yes, sir. കണ്ടുപിടിച്ചിരുന്നോ കേട്ടില്ല. Sir, product terms ഒന്നല്ലേ കണ്ടുപിടിക്കുന്നത്? ആ പ്രൊഡക്റ്റ് സം കണ്ടുപിടിച്ചിട്ട് എക്സിന്റെ വാല്യൂസ് അതിന്റെ സൊല്യൂഷൻ. നിരഞ്ജന് കിട്ടിയോ? പ്രൊഡക്റ്റും സമ്മം കിട്ടി. പ്രൊഡക്റ്റ് സമ്മം കിട്ടിയെങ്കിൽ നമ്പേഴ്സ് കണ്ടുപിടി. ആ പ്രൊഡക്റ്റ് സമ്മം കണ്ടുപിടിക്കുന്നതാണ് ഞാൻ ചെയ്ത് വെച്ചായിരുന്നല്ലോ. കിട്ടിയോ? ദേവനാരായണൻ കിട്ടിയോ? സർ 3-ഉം 1-ഉം അല്ലേ? ആ അതെ. എങ്ങനെയാ വരുന്നത് 3 1 1? സർ മറ്റേ ഇക്വേഷൻ വെച്ച് ചെയ്ത്. അല്ല ഇക്വേഷൻ വെച്ചല്ല, ഇക്വേഷൻ വെച്ച് നമുക്ക് അടുത്ത സെഷനിൽ ചെയ്യാം. ആ നമ്മളിപ്പോൾ ഇത് നമ്മൾ നോർമൽ അല്ല ഫാക്ടറൈസേഷൻ വഴിയല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്. ആ അപ്പോൾ അങ്ങനെ പരീക്ഷയ്ക്ക് ഇപ്പം ഇന്ന മെത്തേഡ് ചെയ്യാൻ പറഞ്ഞൊന്നും പറയത്തൊന്നുമില്ല, ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം. പക്ഷെ എന്നാൽ ഇപ്പോൾ നമ്മൾ ഫാക്ടറൈസേഷൻ വഴി ചെയ്യുമ്പോൾ അത് വഴി ചെയ്യാം. ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കും ബൈ ഫാക്ടറൈസേഷൻ, ചിലപ്പോൾ ചോദിക്കും. മനസ്സിലായി? അപ്പോൾ ഈ മെത്തേഡ് ചെയ്യാം. മനസ്സിലായി? അപ്പം 1-ഉം -3-യും ചെയ്യാം. 1-ഉം -3 ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. 1 -3 ചെയ്ത് കഴിഞ്ഞാൽ 1 × -3 -3 1 + -3 -2. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? x² + 1x - 3x - 3 = 0. അവിടുന്ന് x കോമൺ എടുത്തു കഴിഞ്ഞാൽ x + 1 -3 കോമൺ എടുത്തു കഴിഞ്ഞാൽ x + 1 = 0. അവിടുന്ന് x + 1 വീണ്ടും കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരും? x - 3 = 0. അവിടുന്ന് x + 1 = 0. അവിടുന്ന് x - 1. x - 3 = 0. അവിടുന്ന് x +3.
ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിർത്താം. ഇതാണ് ക്വസ്റ്റ്യനെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടില്ല. എക്സ് ബൈ എക്സ് പ്ലസ് വൺ പ്ലസ് എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 34 ഡിവൈഡ് ബൈ 15. ഇത് ഫാക്ടറൈസേഷൻ വഴി തന്നെ ചെയ്യണം കേട്ടോ. ഇക്വേഷൻ വേണ്ട, ഫാക്ടറൈസേഷൻ വഴി. അത് എൽസിഎം എടുക്കണം. ഇവിടെ എൽസിഎം എടുത്തിട്ട് ഇത് കോമൺ ഡിനോമിനേറ്റർ ആക്കിയിട്ട് ഇത് വേണ്ട, ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് ഇങ്ങോട്ട് ചെയ്യണം, ഇത് ഇങ്ങോട്ട് ചെയ്യണം, ഇത് ഇങ്ങോട്ട് ചെയ്യണം. അപ്പോൾ എൽസിഎം ആവും. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വണ്ണ് പ്ലസ് താഴെ എന്താ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൺ ഈക്വൽ 34 ഡിവൈഡ് ബൈ 50. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ്, പ്ലസ് ഇത് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൺ പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് വൺ ചെയ്യണം. ഡിവൈഡ് ബൈ എന്താ താഴെ എക്സ് സ്ക്വയർ പ്ലസ് 1 എഴുതാം മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ 34 ഡിവൈഡ് ബൈ 15 ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതും അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് വരുന്നു. ഡിവൈഡ് ബൈ താഴെ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 34 ബൈ 15. അങ്ങനെയെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ ആണ്, എക്സ് പ്ലസ് എക്സ് 2x ആണ്, പ്ലസ് 1 ഡിവൈഡ് ബൈ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ 34 ബൈ 15. ഇനി എന്ത് ചെയ്യാം, ഇനിയും ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയി അല്ല ഇതായി. ഇനി ഇങ്ങോട്ട് ഇരുന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 ഇൻറ്റു 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 34 ഇൻറ്റു എന്താ 34 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1. അങ്ങനെയാണ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30x സ്ക്വയർ പ്ലസ് 30x പ്ലസ് 15 ഈക്വൽ ടു ഇവിടെ 34x സ്ക്വയർ പ്ലസ് 34 വരും. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് ഓരോന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതും ഓരോന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ ഇവിടെ 30x സ്ക്വയർ മൈനസ് 34x സ്ക്വയർ ആക്കാം, പ്ലസ് 30x പ്ലസ് ഇവിടെ ഒരു 15 ഉണ്ട്, 34നെ കൂടി ഇങ്ങോട്ട് വന്നു ഈക്വൽ ടു 0. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 34x സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് 4x സ്ക്വയർ ആണ്, പ്ലസ് 30x. ഇനിയും എന്താണ് ഇവിടെ 15ഉം ഇതും കൂടെ 15 30 അല്ല 15 അല്ല 19, അപ്പോൾ നെഗറ്റീവ് 90 0 എന്ന് വരുന്നു ആണോ. ഇനി ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഷ്യൻ്റ് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് നിർത്തണം. ഇവിടെ നെഗറ്റീവ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 4x സ്ക്വയർ മൈനസ് 30x പ്ലസ് 90 ഈക്വൽ ടു 0. ഈ നെഗറ്റീവ് നേരത്തെ 3 ക്യാപിറ്റൽ പോലെ തന്നെ അങ്ങ് പോവും, ബാക്കി എന്ത് വരും 4x സ്ക്വയർ മൈനസ് 30x പ്ലസ് 90 ഈക്വൽ ടു 0. ഇത് എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് സമം കണ്ടുപിടിക്കണം, എന്നിട്ട് ബാക്കി ചെയ്യണം. അത് തന്നെത്താനെ ചെയ്യണം. കൊടുത്തിട്ട്